എല്ലാ കാലത്തും ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. കാരണം അവരുടെ ഓരോ കണ്ടുപിടുത്തങ്ങളും പുതിയ കാലത്ത് എന്താണ് ആവശ്യം അതിനനുസരിച്ചുള്ള കണ്ടുപിടുത്തമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവരുടെ പുതിയ കണ്ടുപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ഈ ഹമാസിൻ്റെ എല്ലാം ഈ ഡ്രോണുകളെ ലേസർ ഉപയോഗിച്ച് തകർക്കുകയാണ്. അത്തരം നീക്കങ്ങൾ ഇനി ഇന്ത്യക്കും ആവശ്യമുണ്ടല്ലോ. അതിപ്പോൾ ലോകത്ത് ആദ്യമായിട്ടാണ് ഈ ലേസർ ഉപയോഗിച്ച് ഒരു വ്യോമ പ്രതിരോധ സംവിധാനം പോലെ ഈ ലേസർ പ്രതിരോധം ഒരുക്കി ഇസ്രായേൽ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഗാസയിലാണ് സംഭവം. അവിടെ ഇസ്രായേൽ സേനയ്ക്ക് നേരെ പാഞ്ഞെടുത്ത ഡ്രോണുകളെ ഈ ലേസർ സംവിധാനം ഉപയോഗിച്ച് കരിച്ചു കളയുന്ന ഒരു ദൃശ്യമാണ് ലോകം കണ്ടത്. അതായത് ഈ പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നവർ. അത് നമുക്കറിയാം, ഈ ലേസർ രശ്മികൾ എങ്ങനെയാണ് അത് വന്ന് പതിക്കുന്ന സ്ഥലം കരിയും. അതിപ്പോൾ വലിയ കട്ടിയുള്ള ലോഹങ്ങളെ വരെ മുറിക്കാൻ ഈ ലേസർ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഇത് ഒരുപാട് ദൂരത്തേക്ക് ഇതിന് ചെന്നെത്താൻ പറ്റില്ല. കാരണം പ്രകാശകിരണങ്ങളിലൂടെ ഊർജം കടത്തിവിട്ട് താപം കടത്തിവിട്ട് അത് ചെന്ന് പതിക്കുന്ന സ്ഥലത്തെ ഭസ്മീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടെക്നോളജി ഈ ഒരുപാട് ദൂരേക്ക്, അതായത് ഒരു നിശ്ചിത അകലത്തിനപ്പുറത്തേക്ക്, നമുക്കിപ്പോൾ ഒരു 50-100 മീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നിശ്ചിത അകലത്തിനുള്ളിൽ എത്തുന്ന കാര്യങ്ങളെ മാത്രമേ അതിന് കരിച്ചു കളയാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഭസ്മീകരിക്കാൻ സാധിക്കുകയുള്ളൂ, നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു വലിയ അകലം നമ്മളിപ്പോൾ മിസൈലൊക്കെ ഉപയോഗിച്ച് വളരെ ദൂരെയുള്ള ഒരു ശത്രുവിൻ്റെ ഒരു വിമാനത്തെയോ യുദ്ധവിമാനത്തെയോ അല്ലെങ്കിൽ മിസൈലിനെയോ ഒക്കെ ആക്രമിച്ച് നശിപ്പിക്കുന്നത് പോലെ ലേസർ അത്രയും ദൂരത്തേക്ക് വിട്ട് അത് നശിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതി. പക്ഷേ ഇവിടെ ഇസ്രായേൽ ചില കാര്യങ്ങളിൽ, ഇസ്രായേൽ എല്ലാ കാലത്തും അങ്ങനെയാണ്, അത്ഭുതപ്പെടുത്തുന്ന. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് സ്വന്തം ജന്മഭൂമി പോലും നഷ്ടപ്പെട്ട്. മറ്റൊരു സംശയം, ഈ ഹമാസ് ഇപ്പോഴും ഉണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. ഹമാസ് അവശേഷിക്കുന്നുണ്ടോ? കാരണം കല്ലിന്മേൽ കല്ലില്ലാതെ, നമ്മൾ ഈ പഴയ രാജകൽപ്പന അങ്ങനെയാണല്ലോ, കല്ലിന്മേൽ കല്ലിനെ പിളർപ്പിച്ച് കളയും, അടിവേര് തോണ്ടി, അതായത് അടിത്തറ തോണ്ടി. ഒരു രാജാവ് ഒരു വീട് കുളം തോണ്ടുക എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. ഈ അതായത് ശത്രുവിന് വേണ്ടി പണിയെടുക്കുന്ന, സ്വന്തം രാജ്യത്ത് നിന്ന് പണിയെടുക്കുന്ന ചാരന്മാരായ ആൾക്കാരെ അവരുടെ കുടുംബത്തോടെ നശിപ്പിക്കും. അപ്പോൾ അവരുടെ തറവാട് വീടും ഒക്കെ ഈ അടിത്തറ വരെ തോണ്ടി അവസാനത്തെ കല്ല് വരെ എടുത്ത് പിളർത്തി കളയുന്ന ഒരു രീതിയിലാണ് അത് ചെയ്യുക. അതുപോലെ ഈ ഹമാസിൻ്റെ അടിത്തറ തോണ്ടി, അവർ ഉണ്ടാക്കി വച്ചിരുന്ന ബങ്കറുകളടക്കം തോണ്ടി നശിപ്പിച്ച് അവരുടെ എല്ലാ സന്നാഹങ്ങളെയും നശിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ഗാസയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സേനയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ ഡ്രോണുകളെ സാധാരണ നമ്മൾ വെടിവെച്ചിടുകയും ചെറിയ ചെറിയ റോക്കറ്റുകളും മിസൈലുകളും ഉപയോഗിച്ച് അതിനെ തകർക്കുകയൊക്കെ ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. കുറച്ചു നാൾ മുൻപായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാകുകയും അന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുർക്കിയുടെയും അതോടൊപ്പം തന്നെ ചൈനയുടെയും വലിയ ഡ്രോണുകൾ അവർ ശേഖരിക്കുകയും ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തു. അന്ന് പ്രതിരോധിച്ചത് S-400, അതോടൊപ്പം തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പല ആകാശ് അടക്കമുള്ള മിസൈൽ അടക്കമുള്ളവ വെച്ചാണ് നാം അതിനെല്ലാം തകർക്കുന്നത്. അപ്പോൾ ഇത്തരം ഒരു സംഭവം വരുമ്പോൾ അതിലേക്കല്ലേ, ആ പദ്ധതിയിലേക്ക് ഇന്ത്യ വേഗം കടക്കുമല്ലോ. തീർച്ചയായിട്ടും ഇന്ത്യ കടന്നു കഴിഞ്ഞു. നമ്മൾ തന്നെ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ. ഈ ലേസർ ആയുധങ്ങൾ ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട്. ഇന്ത്യ അത് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ദൂരപരിധി ഒരു വെല്ലുവിളിയാണ്. പക്ഷെ എന്നാലും നമ്മുടെ കൈവശം ഈ പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മുടെ കയ്യിലും ഉണ്ട്. നമുക്കത് ഉപയോഗിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. അത് അവസരം കിട്ടുമ്പോൾ മാത്രമേ നമ്മളതിൽ എത്ര പുരോഗമിച്ചിട്ടുണ്ടെന്നും നമുക്ക് ശത്രുവിന് എത്രയൊക്കെ നാശങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ യുദ്ധം ഉണ്ടെങ്കിലല്ലേ യുദ്ധോപകരണങ്ങളുടെ മികവ് മനസ്സിലാവുള്ളൂ. നമ്മൾ വെറുതെ ഈ പ്രകടനത്തിന് ഉപയോഗിക്കുന്നത് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല. ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് ശത്രുക്കളെയൊക്കെ കാണിക്കാനും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനും ഒക്കെ സാധിക്കും. പക്ഷെ നമ്മുടെ കയ്യിലുള്ളതിൻ്റെ പ്രഹരശേഷി എത്രയുണ്ട് എന്ന് അറിയണമെങ്കിൽ അതൊരു
യുദ്ധമുഖത്ത് ഉപയോഗിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ തീവ്രത നമുക്കറിയാൻ പറ്റുള്ളൂ. അതിപ്പോൾ വ്യക്തമായതാണ്. ഈ S-400 എന്ന് പറയുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യ അത് ഉപയോഗിച്ചപ്പോൾ റഷ്യക്ക് പരാജയമാണ് ഉണ്ടായത്. പക്ഷേ ഇന്ത്യ അത് ഉപയോഗിച്ചപ്പോൾ ഇന്ത്യക്ക് അവിടെ വിജയമാണ് ഉണ്ടായത്. അതുപോലെ ഇന്ത്യ തദ്ദേശീയമായിട്ട് ഭാരതം വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ, ഈ ആകാശ് മിസൈലിൽ ചെറിയ ചെറിയ റോക്കറ്റുകളുണ്ട്. അപ്പോൾ ആ മിസൈൽ അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ചെറിയ റോക്കറ്റുകൾ വീണ്ടും പാഞ്ഞു പോകും. അത് ഈ പറയുന്ന ചെറിയ ഡ്രോണുകളെയും ചെറിയ ലക്ഷ്യങ്ങളെയും എല്ലാം അത് തകർക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഈ ആകാശ് വ്യോമ പ്രതിരോധ മിസൈലുകൾക്കുണ്ട്. അതുപോലെ തന്നെ ഈ ലേസർ, പ്രോട്ടോടൈപ്പ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യക്കും ഉണ്ട് എന്നാണ് നമ്മുടെ അറിവ്. നേരത്തെ തന്നെ അതിനെ സംബന്ധിക്കുന്ന ചില വാർത്തകളും ചർച്ചകളും ഒക്കെ വന്നിരുന്നു. പക്ഷെ അതിൻ്റെ ദൂരപരിധികളെക്കുറിച്ച് അന്നും നമ്മൾ ചർച്ച ചെയ്തത് ഇത് ഈ താഴ്ന്നു പറന്നു വരുന്ന ഡ്രോണുകൾ, ആ ഡ്രോണുകളെ തീർക്കാനാണ് ഈ റഡാറിൻ്റെ സഹായത്തോടു കൂടി നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നാണ് അന്ന് നമ്മൾ ചർച്ചയിലും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അന്ന് ഡിഫൻസിൻ്റെ, പ്രതിരോധ വകുപ്പിൻ്റെ ഈ വിഷയത്തിലുള്ള ഒരു റിലീസ് ഉണ്ടായിരുന്നു, ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ആ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് തോന്നുന്നു ദേശീയ മാധ്യമങ്ങൾ, PTI പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു 2 മാസം മുമ്പാണ് നമ്മളിത് ചർച്ച ചെയ്തിരുന്നത്. 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഇത് ചർച്ചയായത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് അവർ അത് കാണിച്ചു കൊടുത്തു, ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഡ്രോണുകളെ എങ്ങനെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചിലവ് കുറവാണ്. നമ്മളൊരു മിസൈലോ ചെറിയ റോക്കറ്റോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ വരുന്ന ചിലവുണ്ട്, അത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ഭീമമായ ചിലവുണ്ട്. പക്ഷേ ഇവിടെ ഈ ലേസർ ബീം, ലേസർ രശ്മികൾ അയക്കുന്ന ഒരു യന്ത്രം, ആ വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ അത്രയും ചിലവില്ല. മാത്രമല്ല ഈ മാരകമായ വെടിക്കോപ്പുകളല്ലല്ലോ ഇതിനകത്ത്. ഇത് ഈ വളരെ ഊർജം കൂടിയ, താപം കൂടിയ ലേസർ കിരണങ്ങളാണ് പോകുന്നത്. അത് താരതമ്യേന മറ്റതിനേക്കാൾ ചിലവ് കുറവാണ് അത് നിർമ്മിച്ചെടുക്കാനും അത് രൂപപ്പെടുത്താനുമൊക്കെ. അങ്ങനെ ഒരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. എന്തായാലും നമ്മുടെ ഇസ്രായേൽ വളരെ സമർത്ഥമായിട്ട് ഇത് ഉപയോഗിക്കുകയും ലോകത്തിന് മുഴുവനും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഡ്രോണുകളെ, താഴ്ന്നു പറന്നു വരുന്ന ഡ്രോണുകളെ അടക്കം ഇല്ലായ്മ ചെയ്യാൻ ഇതുകൊണ്ട് സാധിച്ചു. ഇതിനി ഭാവിയിൽ ഇതിൻ്റെ ദൂരപരിധിയൊക്കെ വർദ്ധിപ്പിച്ച് മാരകമായ പ്രഹരശേഷി കൂടുതൽ വർദ്ധിപ്പിച്ച് മാരകമായ പരിക്കുകൾ ശത്രുവിനെ ഏൽപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തി ഇതിനെ കൂടുതൽ വികസിപ്പിച്ചെടുക്കാനായിരിക്കും ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ മാത്രമല്ല, ഇതേ ആയുധം ചൈനയ്ക്കും അമേരിക്കയ്ക്കും കൈവശമുണ്ട്, റഷ്യയുടെ കൈവശമുണ്ട്. ആ ശ്രേണിയിലേക്കാണ് ഇന്ത്യയും കടന്നു കയറിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പിന്നാലെ ചൈനയെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ അല്ലേ അപമാനകരമാണ്. അവരുടെ ടെക്നോളജിയിലെല്ലാം പാകിസ്ഥാനിൽ കണ്ടതാണ്. അതോ ഇനി അവർ മനഃപൂർവ്വം നൽകിയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ല, അത് മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും ഈ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഈ ചൈനയുടെ യുദ്ധോപകരണങ്ങൾക്ക്, ചൈനയുടെ മിസൈലുകൾക്ക്, ചൈനയുടെ വിമാനങ്ങൾക്ക് ഒക്കെ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുകയാണ്. എന്തിന് പറയുന്നു, അമേരിക്കയുടെ ഈ F ശ്രേണിയിലുള്ള വിമാനങ്ങൾ, അത് പല തലമുറ വിമാനങ്ങളുണ്ട്, അതിന് പോലും ഒരു വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. ഈ J ശ്രേണിയിലുള്ള ചൈനയുടെ വിമാനങ്ങളെയും F ശ്രേണിയിലുള്ള അമേരിക്കയുടെ വിമാനങ്ങളെയുമാണ് നമ്മുടെ മിസൈലുകൾ തകർത്തത്, അല്ലെങ്കിൽ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത് വിട്ടത്. അതുകൊണ്ട് ഒരേപോലെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഇതൊക്കെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ്. അതേസമയം റഷ്യയ്ക്ക് അഭിമാനിക്കാം. കാരണം റഷ്യയുടെ S-400 അവരുടെ രാജ്യത്ത് പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യയിൽ അത് വിജയിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ ഈ ലേസർ വിഷയത്തിലും ലേസർ ആയുധത്തിലും നമുക്ക് ഒരു വലിയ ചുവടുവയ്പ് നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഇതിനി ഇന്ത്യ എവിടെയൊക്കെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഭാവിയിൽ നമുക്കറിയാം ഈ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള യുദ്ധമാണ് ഇനി കൂടുതൽ നടക്കാൻ സാധ്യത. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളായിരിക്കും ഇനി കൂടുതൽ അതിർത്തികളിലും മറ്റും നടക്കുക. ആൾനാശം അധികം ഉണ്ടാകാതെ ഡ്രോണുകൾ ഉപയോഗിച്ച്, അതായത് സ്വന്തം ഭാഗത്ത് ആൾനാശം ഉണ്ടാകാതെ ശത്രുവിന് കൂടുതൽ പരിക്കേൽപ്പിക്കുക. ആ തന്ത്രമായിരിക്കും ഇനി എല്ലാ രാഷ്ട്രങ്ങളും പിന്തുടരുക. അവിടെ ആ ഡ്രോണുകളെ സമർത്ഥമായിട്ട് നേരിടാൻ ഇതുപോലെയുള്ള ആയുധങ്ങൾ കൂടിയേ തീരുള്ളൂ. അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ, ഫലപ്രദമായിട്ട് അതിനെ ഉപയോഗിക്കാൻ ഏതൊക്കെ രാജ്യങ്ങൾക്ക് സാധിക്കും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അതിൽ പതിവ് പോലെ ലോകത്തിലെ മുൻനിര രാഷ്ട്രങ്ങളായ ചൈന, അമേരിക്ക, റഷ്യ, ഇസ്രയേൽ, അത് കഴിഞ്ഞാൽ ഇന്ത്യ, മറ്റേതെങ്കിലും രാഷ്ട്രത്തിന് ഈ ഒരു സാങ്കേതിക വിദ്യ കൈവശമുണ്ട് എന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. എന്തായാലും ഈ
ഇസ്രായേലിൻ്റെ കൈവശമുള്ള ആ സാങ്കേതിക വിദ്യ ഭാരതത്തിനുമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഈ പറഞ്ഞതുപോലെ ഡ്രോണുകളുടെ ആക്രമണം, ഡ്രോണുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വലിയ സംഖ്യ ഡ്രോണുകളായിരിക്കും വരുന്നത്. അപ്പോൾ അതിനെ ഈ പറയുന്നത് പോലെ ആക്രമിച്ച് തകർക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ തന്നെ കൈവശം വേണം. ഇല്ലെങ്കിൽ നമുക്കവിടെ പരാജയം സംഭവിക്കും, അത് വലിയ കുഴപ്പങ്ങളിലേക്കും പോകും.